കേന്ദ്രത്തിനെതിരെയല്ല, LDFനും UDFനും എതിരെയാണ്, ഇരു മുന്നണികൾക്കുമെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് ഈ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശങ്ങളിൽ ഇവർ ഹർത്താൽ നടത്തിയത്, UDF LDF. അതെ. അപ്പോൾ ഇതിൽ ഈ ഒരു ഹർത്താൽ ഇന്നത്തെ കാലത്തെ ഒരു നല്ല പ്രതിഷേധ മാർഗമല്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ദൈവത്തിന് പോലും അറിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. പക്ഷെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതെ, ഈ വയനാട് ബന്ദിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് കോടതി ഉന്നയിച്ചത്. ദൈവത്തിൻ്റെ നാട്ടിലിപ്പോൾ തൊട്ടതിനൊക്കെ, ഇപ്പോഴല്ല കുറേ കാലമായി ആ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ട്, തൊട്ടതിനൊക്കെ ഹർത്താൽ വരിക. ഹർത്താൽ എന്ന ജനവിരുദ്ധമായ ഒരു സമരമുറ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും ഏറ്റെടുക്കുക, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ആഹ്വാനം ചെയ്ത പാർട്ടികളുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിന് എന്തെങ്കിലും ദേശീയ പ്രാധാന്യമുണ്ടോ സാമൂഹ്യ പ്രാധാന്യമുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ആ ഒരു ചെറിയ രാഷ്ട്രീയ പ്രശ്നം, ഒരു സ്കോർ, ഒരു കണക്ക് തീർക്കാനായിരിക്കും അത് ചെയ്യുന്നത്. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനസ്വാധീനമുള്ള, ഇനി എത്ര ജനസ്വാധീനമുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയോ മുന്നണിയോ ആണോ ഈ ബന്ദ് പ്രഖ്യാപിക്കുന്നത്? അത് ചോദ്യമില്ല. ഒരാൾ, ഏത് മേൽവിലാസമുള്ളവനോ അല്ലാത്തവനോ ആയ, സമീപകാലത്ത് കേട്ടില്ലേ വാട്സപ്പ് ബന്ദ് നടന്നല്ലോ കേരളത്തിൽ. എന്ന് വെച്ചാൽ വാട്സപ്പിലൂടെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ പേര് മുഖമില്ലാത്ത ആരെങ്കിലും, ഒരാൾക്കൂട്ടമോ ഒരാളോ ഒരു വ്യക്തിയോ ഒക്കെ പറഞ്ഞാൽ പോലും ഹർത്താൽ വരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു മാനസികാവസ്ഥ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഒരു മാനസികാവസ്ഥ അതാണ്. ഒരു ഹർത്താൽ ഒരു ഹോളിഡേ ആണ്. എന്ന് വെച്ചാൽ കലണ്ടറിലില്ലാത്ത അപ്രഖ്യാപിതമായൊരു ഹോളിഡേ, അവിചാരിതമായൊരു ഹോളിഡേ വീണ് കിട്ടുകയാണ്. അതൊരു ആഘോഷ ദിവസമായിട്ട് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർ, ജോലിക്ക് പോകും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, എന്നുവെച്ചാൽ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ശമ്പളം കിട്ടുന്നവരാണല്ലോ, സുരക്ഷിതമായ ജോലിയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണ്. പലപ്പോഴും എനിക്കറിയാം, ഹർത്താൽ ദിവസം ഇപ്പോൾ സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ കാത്തിരിക്കുന്ന എന്താണെന്നറിയോ, ഒന്ന് മുൻകൂട്ടി അവധി പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും. അതാണ് ഹർത്താൽ. എന്തിനാണ് അങ്ങനെ ഒരു ഹർത്താലിൻ്റെ ആവശ്യമുണ്ടോ? വെറുതെ ഇരിക്കാമോ, ആഘോഷിക്കാമോ. അത് ചിലപ്പോൾ മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം, അല്ലാത്തവർക്ക് വലിയ തോതിൽ ആഘോഷമായിട്ട് ഒരു റെസ്റ്റ് കിട്ടും. ചോദ്യം അതൊന്നുമല്ല. എന്തിനാണ് ഹർത്താൽ എന്നുള്ളതിലേറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ. ഇനി അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഒരു കൂട്ടരുണ്ട്, പിറ്റേന്ന് രാവിലെ നേരത്തെ പോയി നോക്കും. എന്നുവെച്ചാൽ ഓഫീസിനടുത്ത് ഏതെങ്കിലും ഒരു പ്രതിഷേധക്കാരൻ വന്നിട്ട് ഒന്ന് പൂട്ടാൻ പറഞ്ഞാൽ പൂട്ടി പോകാമായിരുന്നു. അതിനു വേണ്ടി പോയിരിക്കുന്ന ഓഫീസുകളുണ്ട്, ബാങ്കുകളുണ്ട്, സ്കൂളുകളുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം മാത്രമല്ല, ചിലരൊക്കെ ചട്ടം കെട്ടുകയും ചെയ്യും അറിയാവുന്നവരോട്. ഇപ്പോൾ ഏത് പാർട്ടിയുടെ ഹർത്താലെന്ന് വെച്ചാൽ ആ പാർട്ടിക്കാരനോട് പറഞ്ഞു ഏൽപ്പിക്കും, നേടാ നീ ഒന്ന് രാവിലെ വന്നിട്ട് ഒന്ന് അടപ്പിക്കണമെന്ന്. ആര്? എൻ്റെ ഓഫീസ് വന്ന് അടപ്പിക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞു ഏൽപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ വന്ന് പൂട്ടിക്കണമെന്ന് ഞാൻ തന്നെ പറഞ്ഞു ഏൽപ്പിക്കുക. ഇത്തരത്തിലുള്ളൊരു കലാപരിപാടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹർത്താലിനെ കുറിച്ചാണ്. ഈ ഹർത്താൽ നടത്താനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, കേന്ദ്രത്തിൻ്റെ റിലീഫ് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം ഒരുപാട് നേരത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായി. കേന്ദ്രം അത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വയനാട് ദുരന്തത്തെ, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ വൻ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രം അത് അനുവദിക്കുന്നില്ല, അത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പം ഇതിനെ പ്രതിഷേധിച്ചാണ് ഈ ഹർത്താൽ ഇവർ നടത്തിയത്. അതെ, അതാ ഞാൻ പറയുന്നത്. ആ വിഷയത്തിലേക്ക്, എന്തിനാണ് ഹർത്താൽ എന്ന് അന്വേഷിക്കേണ്ടത് രണ്ടാമതാണ്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം തന്നെ ബേസ്ലെസ് ആണ്. ഹർത്താൽ ആദ്യത്തെ കാര്യം അതാണ്. ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്, കോടതി വളരെ വളരെ പരിഹാസ്യം എന്ന് പറയാവുന്ന, സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ എന്താ നടക്കുന്നത് ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ അർത്ഥം, സമ്പൂർണമായും ഒരു രാജ്യം എന്നോ നിരാകരിക്കേണ്ട ഒരു സമരമുറയാണ് ഹർത്താൽ. ഹർത്താൽ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലല്ലോ. ഇനിയിപ്പോൾ ഹർത്താൽ എന്ന് ഇപ്പോൾ പറയാൻ തുടങ്ങിയതാണ്. പണ്ട് ബന്ദ് എന്നാണ് പറഞ്ഞിരുന്നത്. ബന്ദ് നിരോധിച്ചു കോടതി. ഇനി മുതൽ ബന്ദ് പാടില്ല. ബന്ദ് നിരോധിച്ചപ്പോൾ അതേ സാധനം ഹർത്താലായിട്ട് വരികയാണ്. ഹർത്താലായിട്ട് വന്നാലുള്ള ഗുണം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഹർത്താലിനെ ആളുകൾ അനുകൂലിക്കുന്നത്? ഒന്ന്, ഇത്തരം സുഖിയന്മാർ വീട്ടിലിരിക്കാനുള്ള അവസരം. ഉദ്യോഗസ്ഥന്മാർ നിത്യവൃത്തിക്ക് പണിയെടുക്കുന്നവരെന്താ വിചാരിക്കുകയെന്നറിയോ? ആരെങ്കിലും വന്നിട്ടൊരു കല്ലെറിഞ്ഞാൽ, ഇപ്പോൾ വാഹനങ്ങൾ ഓടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു കല്ലെറിഞ്ഞാൽ എൻ്റെ ഒരു ചില്ല് പോയില്ലേ, അത് വ്യക്തമാണ്.
അതുകൊണ്ട് പേടി കൊണ്ട്. അപ്പോൾ ഒന്നുകിൽ ഈ ജോലി ചെയ്യാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്താൽ ഉണ്ടാകാവുന്ന ആ പേടി കൊണ്ട്, അതല്ലെങ്കിൽ ചിലരിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ബന്ദ് കടക്കാർ, ഷോപ്പുകൾ എന്താ ബാധിക്കുന്നുണ്ട്, കടക്കാരെ ബാധിക്കുന്ന വേറൊരു വികാരം. ഒരു പാർട്ടി ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ നടത്തുമ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ട് ഞാൻ അടച്ചില്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ പിന്നെ അവർ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ, ബാധിക്കുമോ, അങ്ങനെയുള്ള കുറേ ആശങ്കകളാണ്. യഥാർത്ഥത്തിൽ ഇതിൽ കേരളത്തിന്റെ ആവശ്യം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന ഈ കേരളത്തിന്റെ ആവശ്യം ശരിക്കും പരിഗണിക്കേണ്ടതാണോ അല്ലയോ? രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആവശ്യങ്ങളെ കേരളം എങ്ങനെയാണ് നേരിടുന്നത്. ഇപ്പോൾ MP-മാർ ഒരുമിച്ച് നിവേദനമായിട്ട് പോയിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ കിട്ടുന്ന വേദികളിലൊക്കെ വയനാടിനെ കേന്ദ്രം സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സമരമുഖത്ത് ഫണ്ട് തന്നിട്ടില്ല, കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പിണറായി ഗവൺമെന്റ് വന്ന കാലം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്രമാണെങ്കിൽ രണ്ട് തരത്തിൽ അതിനെ നേരിടുന്നത്. ഏകദേശം 2000 കോടി രൂപയോളം ഫണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഇപ്പൊ അഫിഡവിറ്റ് ഒക്കെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രം ഇതിനോടകം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് 200 കോടിയോളം രൂപയാണ് കൊടുത്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, കേന്ദ്രം രണ്ട് കാര്യമുണ്ട്. കേന്ദ്രം ഒരു ദുരന്തമുഖത്ത് കേന്ദ്രം എങ്ങനെയൊക്കെയാണോ അടിയന്തര സഹായം എത്തിക്കേണ്ടത് അത് വയനാട്ടിൽ എത്തിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിന് ആവശ്യമായ ഫണ്ട് കിട്ടുന്നതിൽ, ഇപ്പോൾ വായ്പാ പരിധി ഉയർത്തിയതിൽ, അതിന് ലിമിറ്റ് വെച്ചതിൽ, അങ്ങനെ കുറേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കേരള ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മറുപടികൾ നമ്മൾ കണ്ടതാണ്. ചോദിച്ചത് തന്നിട്ടുണ്ട്, ഇനി വായ്പാ പരിധി കൂട്ടാൻ കഴിയില്ല എന്നത് വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിൻ്റെ കയ്യിൽ തന്നെയുള്ള ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് ഇപ്പോഴും ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്, SDRF. അപ്പോൾ അത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ കേരള ഗവൺമെൻറ് 400-ൽ കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടു. നിരവധി 3ഓളം വില്ലേജുകൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മുരളീധരൻ പറഞ്ഞത്. 3 വില്ലേജുകളാണ് പോയത്. അതെ, അതിനെ എങ്ങനെയാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കാന്നൊക്കെയുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിപ്പിക്കാനുള്ള വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ അതിപ്പോൾ കേരളത്തിലെ മുഴുവൻ MP-മാർക്കും അന്വേഷിക്കാവുന്നതും കണ്ടെത്താവുന്നതുമാണ്. അത് വേണമെങ്കിൽ അത് ചെയ്യേണ്ടത് കേന്ദ്രത്തിലാണ്, ഇവിടെ അല്ലതാണ്. അതിലിപ്പോൾ ഇവിടെ വയനാട്ടിലെ 2-3 താലൂക്കിൽ അല്ലെങ്കിൽ 2-3 വില്ലേജിൽ ഹർത്താൽ നടത്തിയതുകൊണ്ട് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? ഇവിടെയാണോ എവിടെയാണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്നിട്ട്, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് കേന്ദ്രത്തിനെതിരെ നടത്താവുന്ന സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള നിയമസഭ ഐകകണ്ഠ്യേന ഒരുമിച്ച് കേന്ദ്രത്തിനെതിരായി പാസ്സാക്കാവുന്ന പ്രമേയങ്ങൾ പാസ്സാക്കാൻ അവസരം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് നേടിയെടുക്കേണ്ടതാണ്. പലപ്പോഴും ചില കണക്കുകളിലൊക്കെ സർക്കാർ തന്നെ, കേരള ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് അർഹിക്കുന്നത് കിട്ടാതെ പോകുന്നു. പ്രത്യേകിച്ച് ഇത് മുഴുവൻ അപകടം ഉണ്ടാക്കിയത് ആ GSTയുടെ കാലം തൊട്ടാണ്. GST ഇത് ഏകീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ തോതിൽ നികുതി വരുമാനം വരുമെന്നാണ് അന്ന് തോമസ് ഐസക് മനസ്സിലാക്കിയത്. തോമസ് ഐസക് തെറ്റായി മനസ്സിലാക്കിയതിൻ്റെയും അത് അംഗീകരിച്ചതിൻ്റെയൊക്കെ ഒരു ഫലം കൂടി ഉണ്ട് ഇതിനകത്ത്. GST ഉണ്ടാക്കുന്ന അപകടം കേരളത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അത്തരം ബാധിക്കുന്ന ഇഷ്യൂസിനെ ഒരുമിച്ചിരുന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. യഥാർത്ഥത്തിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ടിട്ട്. കേന്ദ്രം തന്നെ ഇതിലൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട്, ഒരു കത്തിലൂടെയാണ്. അതായത് SDRFന്റെയും NDRFന്റെയും മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അല്ല, സാങ്കേതികമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പരിമിതികളാണ് അവർ വിശദീകരിച്ചത്. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലേ, അത് പറഞ്ഞാൽ അത് കേൾക്കുക. അതല്ലാത്ത തരത്തിൽ വയനാട്ടുകാരെ ആശ്വസിപ്പിക്കാൻ, വയനാട്ടുകാർക്ക് റീഹാബിലിറ്റേറ്റ്, അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫണ്ടുകൾ എങ്ങനെ നേടിയെടുക്കാം. ആ ദേശീയ ദുരന്തം എന്ന് പറയാത്തത് കൊണ്ട് അത് പറഞ്ഞേ തീരൂ എന്ന് വാശി പിടിക്കുന്നതിന് പകരം അത് പറയാതെ തന്നെ ഏതെല്ലാം ഇനത്തിൽ ഫണ്ട് ഏതെല്ലാം കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടാൻ പറ്റും, കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പരിശോധിച്ച് എനിക്കൊന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതിന്റെ കുറെ കണക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഉള്ളത് 153 കോടി രൂപയോളം, അതിനടുത്തോളം പൈസ അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ദുരന്തമുണ്ടായിരുന്ന സമയത്ത് അവിടെ നടത്തിയ മറ്റ് പ്രവർത്തനങ്ങൾ, ഈ വലിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡെഡ് ബോഡീസിനെയൊക്കെ മാറ്റുക, പിന്നെ സൈന്യത്തിന്റെ സേവനം, ഇതിന്റെയൊക്കെയുള്ള എക്സ്പെൻസ് കേന്ദ്രമാണ് വഹിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കൊടുത്തിരിക്കുന്ന 153 കോടി രൂപയിൽ 50% ഈ SDRF എന്ന് വഹിക്കണം എന്നും പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കുന്നു. അപ്പൊ ഇത്തരം രീതിയിലൊക്കെയാണ് ഒരു കേന്ദ്രത്തിന്റെ നിലപാട്. പക്ഷേ ഈ BJP, കേരളം പിടിക്കാൻ ആഗ്രഹിക്കുന്ന BJP യഥാർത്ഥത്തിൽ ഇതിനൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയും കേരളം ആവശ്യപ്പെടുന്ന ഒരു തുക അനുവദിക്കുകയാണോ വേണ്ടത്?
അല്ല, സത്യത്തിൽ ഈ രണ്ട് തരത്തിൽ ഇതിൻ്റെ സ്ട്രാറ്റജി ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാങ്കേതികമായി പ്രയാസമുള്ള ഇപ്പോൾ പ്രത്യേക സംസ്ഥാന പദവി നൽകാൻ കഴിയാത്തത് കൊണ്ട് ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പ്രഷർ ആയതുകൊണ്ടാണ് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നമ്മുടെ നിതീഷ് കുമാറിൻ്റെയും സംസ്ഥാനങ്ങൾക്ക് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കിട്ടിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണം എന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ വാശി ഉണ്ട്, തീർച്ചയായിട്ടും കേന്ദ്രം രാഷ്ട്രീയ വാശി ഉണ്ട് ഇതിൻ്റെ അകത്ത്, തീർച്ചയായിട്ടും ഉണ്ട്, കേരളത്തോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ BJP വിരുദ്ധമാണ്, കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും BJP. പക്ഷേ കേരളത്തിൽ പല സഹായങ്ങൾ നൽകിയിട്ടും വേണ്ട രീതിയിലുള്ള ഒരു ലാഭം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന ചിന്ത കേന്ദ്രത്തിനുണ്ടാകുമോ? രാഷ്ട്രീയമായ ഒരു നോട്ടത്തിൽ ലാഭം കിട്ടുന്നില്ല എന്ന ചിന്ത ശരിയായിരിക്കാം. കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കേരളത്തിൽ എന്തൊക്കെ എന്തൊക്കെ വികസനങ്ങൾ, ഒരുപാട് വികസന പദ്ധതികൾ കേരളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്രം, ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ, റെയിൽവേയിലൊക്കെ അത് കാണുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഭരണഘടനാ പദവികൾ എത്ര കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിന് കിട്ടി. ഇപ്പോൾ അൽഫോൻസ് കണ്ണന്താനം തൊട്ടുള്ളവരൊക്കെ എണ്ണി നോക്കൂ, എത്ര കേന്ദ്രമന്ത്രിമാരെ BJP ഒരാളെപ്പോലെ ഇവിടുന്ന് MP ജയിപ്പിക്കാത്ത കാലത്ത് ഇപ്പോൾ ഒരു MP ജയിപ്പിച്ചപ്പോൾ രണ്ട് മന്ത്രിമാരെ തന്നു. മീൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിന് വേണ്ടത്ര രാഷ്ട്രീയ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്നൊരു പരിഭവം അവർക്കുണ്ടാവും. അത് കേരളത്തിന് അത് പക്ഷേ ഒരു റീസണല്ല, ജനാധിപത്യത്തിൽ ഒരു റീസണല്ല. ഒരാളുടെ പിന്തുണ പോലും ആ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും കേന്ദ്രം ആ സംസ്ഥാനത്തെ കൂടി പരിഗണിക്കുന്നതാണ് ജനാധിപത്യം. അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ചിലതൊക്കെ ഈ കണക്കുകൾ കൊണ്ടുള്ള കളിയും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായ വാഗ്വാദങ്ങളാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും നമുക്ക് ഒരു കാര്യം ഈ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വക്താക്കളായി വരുന്ന കേന്ദ്രമന്ത്രിമാർ കണക്കുകൾ കൊണ്ട് ഇപ്പോൾ പെട്രോളിന് വില കൂട്ടുമ്പോൾ പോലും അത് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, എന്താ കൂട്ടിയാലെന്ന് ചോദിക്കുന്ന കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങൾ രണ്ടു കൂട്ടരും നടത്തുമെങ്കിലും കേരളത്തിന് കുറെ കൂടി അർഹമായ പരിഗണന, കാരണം കേരളത്തിലെ ജനസാന്ദ്രത, കേരളത്തിലെ ജീവിത നിലവാരം പറയുന്നത് അത്രയും കൊടുത്തില്ലെങ്കിലും ഈ 2000 രൂപയാണ് ആവശ്യം. ഇപ്പൊ അഫിഡവിറ്റ് സമർപ്പിച്ചിരിക്കുന്ന അത്രയും രൂപ വേണമെന്ന് പറഞ്ഞിട്ടാണ് 2219 കോടി രൂപ. അത്രയും കൊടുത്തില്ലെങ്കിലും അർഹമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്യാവശ്യം തുക കൊടുക്കേണ്ടത് തന്നെയാണ്. സംസ്ഥാനം ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ആ സംസ്ഥാനവും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. ഇപ്പൊ തൽക്കാലം ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഇവിടെ കുറവാണെന്ന് വെച്ചോളൂ, രാഷ്ട്രീയമായ ബലം BJPക്ക് കുറവാണെന്ന് വെച്ചോളൂ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അനുഭാവപൂർവ്വം BJP ഗവൺമെൻറ്റിനെ കാണണമെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കല്ലേ വേണ്ടത്. അത് പോസിറ്റീവായി ചിന്തിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ, പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയേ പറ്റുമോ. അപ്പോൾ അങ്ങനെ പെരുമാറുന്നതും ശരിയാവില്ല. പക്ഷേ എന്തായാലും കുറെ കൂടി രണ്ടു ഭാഗത്തും ഈ സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് സംസ്ഥാന താല്പര്യമാണ് പ്രധാനം. കേന്ദ്രം ആര് ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ സൗമനസ്യത്തോടെ, ആവശ്യത്തോടെ, ഒന്ന് സൗമനസ്യം, രണ്ട് ജനാധിപത്യ ബോധ്യത്തോടെ, മൂന്ന് ഭരണഘടനാനുസൃതമായ പ്രോജക്റ്റുകൾ സമയത്തിന് സമർപ്പിച്ചിട്ട്, കണക്കും പദ്ധതികളും ഒക്കെ സമയത്തിന് സമർപ്പിച്ചിട്ട് മാക്സിമം പദ്ധതികൾ നേടിയെടുക്കാനുള്ള പണികൾ കേരളം ചെയ്യേണ്ടതുണ്ട്. അതിനെ ചോദിക്കുന്നത്ര, ഗൗതം പറഞ്ഞ പോലെ ചോദിക്കുന്ന മുഴുവൻ കൊടുത്തില്ലെങ്കിലും അവരെ ആശ്വസിപ്പിക്കാനുള്ളതെങ്കിലും, ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ആശ്വസിപ്പിക്കാനുള്ളതെങ്കിലും കൊടുക്കാൻ കേന്ദ്രവും തയ്യാറാവുകയാണ് ഇതിന്റെ മാർഗം. എന്തായാലും കേരളം പറയട്ടെ, ഒരിക്കലും കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല, രാഷ്ട്രീയ താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കൂട്ടത്തിൽ ഒരൊറ്റ വാക്യം എപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടേ ഇത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. BJP നടത്തിയാലും UDFും LDFും ചേർന്ന് നടത്തിയാലും ഹർത്താൽ ഒന്നിനും പരിഹാരമല്ല. ഈ വിമർശനം ഇപ്പം വന്നിരിക്കുന്നത് ഹൈക്കോടതിയിലെ ഡിവിഷണൽ ബെഞ്ച് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാറും KV ജയകുമാറിനെയാണ്. ഡിവിഷൻ ബെഞ്ചാണ്. വിമർശനമാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. സത്യമാണ്. ഹർത്താൽ നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. മഹാദുരന്തം കണ്ട ഒരു നാട്ടില് ഒരു ദിവസം നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വകയും ഒരു ദുരിതം സമ്മാനിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതല്ലല്ലോ പരിഹാരം. പരിഹരിക്കാനുള്ള പണികൾ വേറെ ചെയ്യേണ്ടതാണ്. അത് പരിഹരിക്കാനുള്ള സന്മനസ് എല്ലാ ഗവൺമെൻറ്റുകളും, കേന്ദ്രവും കേരളവും ഒരുപോലെ കാണിക്കേണ്ടതുണ്ട്. എന്തായാലും രാഷ്ട്രീയ തന്ത്രജ്ഞത ഈ വിഷയത്തിൽ കേന്ദ്രം കാണിക്കട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.